പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമാണ്. സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം കരാറിലെത്തുമ്പോൾ അവിടെ ട്രംപ് നിലപാട് മാറ്റം നടത്തുന്നു. ട്രംപിനെ സംബന്ധിച്ച് എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഇറാന്റെ യുറേനിയം ശേഖരവും ഭരണവുമാണ്. എന്നാൽ ഇവയെല്ലാം പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ കൈക്കൊള്ളുന്നത്. എന്തായാലും വാരാന്ത്യത്തെ പ്രക്ഷുബ്ധമാക്കിയ പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചു എങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് യുഎസ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ചർച്ച നടന്നില്ല. എന്നാൽ ഇതിനു പിന്നാലെ ഇറാൻ യുഎസ് ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ല എന്നും മധ്യസ്ഥ രാജ്യമായ ഖത്തർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും ഖത്തറിൽ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി വ്യക്തമാക്കുന്നത്. അതേസമയം ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ കാര്യമന്ത്രി പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ഉപദേഷ്ടാവുമായ ജാരഡ് കഷ്ണറും ചൊവ്വാഴ്ച ഖത്തറിലെത്തിയിരുന്നു. ഇരുവരും ഖത്തർ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങുകയും ചെയ്തു. ലെബനൻ വിഷയം ഉൾപ്പെടെ സമാധാന കരാറിലെ തടസ്സങ്ങൾ ചർച്ച ചെയ്തു. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ അംഗീകാരമില്ലാത്ത പാതയിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും സംഘർഷം തുടരാൻ കാരണമായത്. ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ബദൽ പാതയിലൂടെ പോയ 2 കപ്പലുകൾക്ക് ഒമാൻ തീരത്ത് വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ടു. പിന്നാലെ ഇറാന് നേരെ യുഎസ് ആക്രമണം പുനരാരംഭിക്കുകയും തിരിച്ചടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുകയും ചെയ്തു. ഇരു കൂട്ടരും ഞായറാഴ്ചയാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. പിന്നാലെ ചർച്ച തുടരുമെന്ന് അമേരിക്കയും പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാനും അറിയിച്ചുവെങ്കിലും ചർച്ച ഉടനുണ്ടാവില്ല എന്നാണ് ഇറാൻ നിലപാടെടുത്തത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും അന്തിമ കരാറിലെത്തണമെന്നാണ് ജൂൺ 17 നിലവിൽ വന്ന ഇടക്കാല കരാർ നിഷ്കർഷിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങൾ അന്തിമ തീർപ്പുണ്ടാകാനുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. എണ്ണവില ഉടൻ കുറച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയിലെ ഇന്ധന പമ്പുകൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അസംസ്കൃത എണ്ണവില കുറഞ്ഞിട്ടും പമ്പുകളിൽ വില അന്യായമായി ഉയർന്ന നിലയിലാണെന്നും ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 28 പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായത്. ഇടക്കാല കരാർ പ്രാബല്യത്തിൽ എത്തിയതോടെ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞിരുന്നു. അതിനിടെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായി തിങ്കളാഴ്ച ശ്രീലങ്കയിൽ പെട്രോൾ ഡീസൽ വില കുറച്ചു. എന്തായാലും യുദ്ധപ്രതിസന്ധിയിൽ എണ്ണവില എങ്ങനെയൊക്കെ കാര്യമായി ബാധിക്കുമോ അതോ കുറയുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.